सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम्. എന്റെ ദൈവമേ, ഒരു കൈ സഹായത്തിനാണെങ്കിൽ ഇവിടെ ആരുമില്ല. എനിക്കൊരു മോനുണ്ട്. അവനാണെ ജോലിക്കാരും പറഞ്ഞ് ബാംഗ്ലൂർ പോയേക്കുവാ. അവനോട് ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലൊക്കെ ഒരു ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ. ഇപ്പത്തെ പിള്ളേരല്ലേ, നമ്മളൊക്കെ പറഞ്ഞ അവര് കേക്കുവോ? അമ്മേ, മോനോ? ഞാൻ ഇവിടെ പറഞ്ഞതങ്ങ് ബാംഗ്ലൂർ കേട്ടോ. അമ്മേ, കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ കിടന്നു. എന്തോ കൊലവാ അമ്മ ഇത്. അമ്മ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. നീ പോയപ്പോൾ അമ്മ തന്നെയാ മോനെ ഇപ്പോഴും. അമ്മക്ക് നല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചൂടെ? നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ച് കഴിച്ചൂടെ? മോനെ കിട്ടിയല്ലോ വേണോടാ. എന്തമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, വന്നപ്പോ തന്നെ ഇവൻ ഇത്രയും സ്നേഹം കാണിക്കാനേ. നിങ്ങൾ കേക്കണം, 3 കൊല്ലം മുന്നേ ജോലിക്കാന്ന് പറഞ്ഞു ബാംഗ്ലൂർ പോയ ചെറുക്കനാണ്. എന്നിട്ട് ഇതാ ഇപ്പൊ വന്ന് നിൽക്കുന്നുണ്ടില്ലേ. ഇവനാണെങ്കിൽ ഒരോണമില്ല, വിഷുവില്ല, ക്രിസ്മസ് ഇല്ല. എന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് സുഖമില്ലേ മീന്. അത് പിന്നെ അമ്മ എനിക്ക് ലീവ് കിട്ടാത്തോണ്ടല്ലേ. ഒന്നുമില്ല, ഈ അമ്മ അവിടെ ഉണ്ടോന്നെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കൂടായിരുന്നോ? നിങ്ങൾ കേൾക്കണം, ഒരു പ്രായമായ സ്ത്രീ മാത്രമല്ലേ വീട്ടിലുള്ളൂ. കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി വളർത്തിയ ചെറുക്കനാ ഇപ്പൊ വന്ന് നിൽക്കുന്നുണ്ടില്ലേ. ഒരുമാതിരി പേർഷ്യൻ കൊക്കിന്റെ കണക്ക്. അമ്മേ, ഇത് പുതിയ ഫാഷനാണമ്മ. അവന്റെ ഒരു ഫാഷൻ. ഇപ്പൊ എന്റെ മോനെങ്ങനെ ലീവ് കിട്ടി? അതമ്മ ലീവ് കിട്ടിയതൊന്നും അല്ല. നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ക്യാമ്പ് ഉണ്ട്. എറണാകുളത്ത് വെച്ചാണ് ക്യാമ്പ്. അപ്പോൾ ഓരോരുത്തരും കൂടെ അങ്ങ് പോകും. അതായത് സുരേഷിന്റെ കൂടെ കാർത്തിക പോയി, അനൂപിന്റെ കൂടെ പ്രസീത പോയി, രാജ്പി മുകുന്ദിന്റെ കൂടെ ശ്രീജ പോയി. അപ്പൊ എന്റെ മോന്റെ കൂടെ ആരാ പോന്നേ? എന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അവരെങ്ങോട്ട് വിളി, അമ്മ പോയി ചായ എടുത്തോണ്ട് വരാം. അമ്മ ചായ എടുക്കാൻ പോണ്ട. എന്റെ കൂട്ടുകാരിയാ വന്നേക്കുന്ന. അവള് പോയി ചായ എടുത്തോണ്ട് വന്നോളൂ. അതെങ്ങനെയാടാ? അത് നമ്മളെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. വന്നു കയറി ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ചായ എടുപ്പിക്കാനൊക്കെ പറ്റുമോ? വേണ്ട, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. നീ അവളെ ഇങ്ങോട്ട് വിളി. അവളെ ഇങ്ങോട്ട് വിളിക്കാൻ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഞാൻ അവളെയും കെട്ടിക്കൊണ്ട് വന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ എന്നെ ഇവിടെ കുടിച്ചു മൂടും. എന്തോ ചെയ്യാനെന്ന് പറ. Nami sikuwasikiliza sasa, na mimi niko hatarini, nitafanyaje? Na wazazi wangu sasa wako mbali sana. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ. സ്വർഗം ഇപ്പൊ നരകമായേനെ. ബേബിയോട് ഞാൻ മിണ്ടത്തില്ല. ബേബിയുടെ അമ്മയെ കാണിച്ചു തരുന്നു പറഞ്ഞല്ലേ വെളിയിൽ നിർത്തിയില്ലേ, അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. ബേബി, ഞാൻ മമ്മയെ ബേബിക്ക് കാണിച്ചു തരും. മക്കളെ, ആ ചായ എടുത്തു. അമ്മ, ഓ ഇതാണോ എന്റെ മോൻ അമ്മയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു പറഞ്ഞ സർപ്രൈസ്? ഓ അമ്മ. എടാ, ഈ മാറാലടിക്കുന്ന ചൂല് വാങ്ങാൻ എന്തിനാണ് നീ ബാംഗ്ലൂർ വരെ പോയേ? മാറാലടിക്കുന്ന ചൂലോ? അമ്മ, ഇത് ഞാനങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സർപ്രൈസ്. അവള് കേട്ട് വേണം മക്കളെ. ഓഹ്, മനസ്സിലായി കാണത്തില്ല, കുഴപ്പമില്ല. ബേബി, ഹലോ മമ്മ. അമ്മ, ഇതാണ് മെർലിൻ ഡിസൂസ. ഇവളങ്ങ് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെന്നാ പറഞ്ഞേ? അമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബ്രിട്ടൻ. ബ്രിട്ടൻകാരി പെൺകുട്ടി എന്റെ വീട്ടിലോട്ട് കേട്ടാൻ. മിസ് ബ്രിട്ടൻ, എന്നെ ഒന്ന് റിട്ടേൺ ഇറക്കുമോ? പ്രോബ്ലം ബേബി. ബേബിയോ? അത് പിന്നെ സ്നേഹം കൂടുമ്പോ അവളെന്നെ ബേബി എന്നാ വിളിക്കണേ. എടാ, നിനക്ക് നല്ലൊരു അടിപൊളി പേരില്ലേടാ? നല്ലൊരു അടിപൊളി പേര്. ആ പേര് കാരണം ഞാനിപ്പോ സമൂഹത്തിൽ നാണം കെട്ടോണ്ടിരിക്കുക. ആണ്ടിരിക്കുന്ന മാമൻ എന്റെ നൂലുകെട്ടിന്റെ അന്ന്, അതായത് അമ്മയുടെ ആങ്ങളെ എന്റെ അമ്മയടുത്ത് വന്നിട്ട് പറയുക, ചേച്ചി രസലേകുമാരൻ എന്നിട്ടോ ആർക്കും അങ്ങനത്തെ പേരില്ലെന്ന്. ഒരുമാതിരി കച്ചായ കുപ്പിയുടെ ഫ്രണ്ട് അടിച്ചു രസലേകുമാറെന്ന്. അത് മാത്രമാണ് നമുക്ക് സഹിക്കാം. പുള്ളിയുടെ മോന്റെ പേരെന്തുവാന്ന് ചോദിക്കും. വിനയ് ചന്ദ്രൻ. ഇത് എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും ഇട്ട് പണി തന്നത് തന്നെ. എന്താണ് ആ പേരിന് കുഴപ്പം? എന്റെ അച്ഛനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ചതച്ച് കൊന്നതാ. എങ്ങനെ? ചന്ദനത്തിരിയുടെ പടത്തലവനായിരുന്നു നിന്റെ അപ്പൂപ്പൻ. ചന്ദനത്തിരിയോ? സാമൂതിരിയുടെ. ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ അപ്പൂപ്പനും ബ്രിട്ടീഷുകാരുമായിട്ട് 3 ദിവസത്തെ കഠിന യുദ്ധമായിരുന്നു. അങ്ങനെ 3ാമത്തെ ദിവസം 2 കൂട്ടരും അങ്ങ് തളർന്നു. ബ്രിട്ടീഷുകാർ വെള്ളത്തുണി ഇറക്കി കാണിച്ച്. എന്റെ അപ്പൂപ്പനും അന്നേരം വെള്ളത്തുണി ഇറക്കി കാണിച്ച്. അന്നേരം ആ പാവത്തിന്
ചതിച്ചു കൊന്നില്ലേ? എങ്ങനെ കൊല്ലാതിരിക്കും? പെണ്ണുങ്ങളുള്ള കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് ഉടുത്തിരുന്ന മുണ്ട് ഒരു കറക്കി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വെറുതെ വിടോ? വീരഞ്ചിക്ക് വേണ്ടി വെച്ചിട്ടാണ് എന്റെ അപ്പൂപ്പനെ അവര് കൊന്ന്, അറിയാമോ? ഇത്രയും മോശം മരണം നമ്മളെ കുടുംബത്തിൽ ആർക്കും ഇല്ല. പ്രോബ്ലം ബേബി? മമ്മി ഈസ് ആംഗ്രി. ഓ യു മമ്മി ഈസ് ആക്രി? ആക്രിയ? ഓ നോട്ട് ആക്രി, ആംഗ്രി. എടി നീ ഒറിജിനൽ ബ്രിട്ടൻ ആണോ അതാ കുന്നുകുളം ബ്രിട്ടൻ ആണോ? ഇപ്പൊ അവളോടൊന്ന് പുറത്താക്കിക്കോ, വേഗം വേഗം വേഗം. അമ്മ ഇവളെ അങ്ങനെ പുറത്താക്കാൻ പറ്റത്തില്ല. അത് അവക്ക് വീട്ടിലോട്ടുള്ള വഴി അറിയത്തില്ലേ? അമ്മ എന്നെ കൊല്ലത്തില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം കാര്യം പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇവളെ ക്യാമ്പിന് വന്നതല്ല, പിന്നെ ഞാൻ അവളെ കല്യാണം കഴിച്ചോണ്ട് വന്നതാ. മൈക്ക് കെട്ടായ അമ്മ? അയ്യോ ഏതോ ബ്രിട്ടൻകാരിയെ വിളിച്ചോണ്ട് വന്നിട്ട് കല്യാണം കഴിച്ചെന്ന്. എന്റെ ദൈവമേ, നിനക്കറിയില്ലടാ എനിക്ക് ഇംഗ്ലീഷുകാരി ഇഷ്ടമല്ലാന്ന്. ഇനി വയസ്സാം കാലത്ത് ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ ഞാൻ ഇനി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ചേരണല്ലോ. ബേബി, ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരട്ടെ? കാണീരി. കോഫി കുറോ. എന്റെ ദൈവമേ, ആട്ടുംകാട്ടം ഏതാ കാപ്പിക്കുരു ഏതാന്ന് അറിയാത്തോളെ ആണല്ലേ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്. എന്റെ ഈശ്വരാ. ബേബിയുടെ മമ്മക്ക് കോഫി കുറു വെച്ച് ഞാൻ കോഫി ഉണ്ടാക്കി കൊടുക്കട്ടെ? എടി, this is not കോഫി കുരു, this is ആട്ടുംകാട്ടത്തിന് ഇംഗ്ലീഷ് എന്തോന്നു? God appy. Appy means God waste. എടാ, നീ കല്യാണം കഴിച്ചതോ കഴിച്ച്, എന്തിനാടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അത് പിന്നെ അമ്മ, ഇവക്കൊരാഗ്രഹം നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല ഇടണമെന്ന്. പൊങ്കാല ഇടുന്നൊക്കെ കൊള്ളാം, പക്ഷെ അവളെ അടുപ്പിനടുത്തേക്ക് അടുപ്പിക്കരുത്. അതെന്തമ്മ? ആളുകൾ കൊതുമെന്ന് പറഞ്ഞ പുല്ലിനടുത്ത് അടുപ്പിക്കറ്റുവാടാ. അമ്മ അങ്ങനെ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബ്രിട്ടനിലെ കോടികൾ വിലമതിക്കുന്ന ഗായികയായി നിൽക്കുന്നേ. അതൊക്കെ അവിടെ കിട്ടും, ഇവിടെ തൂക്കിയിട്ട് ഒരു പാത്രം അവിലോലും കിട്ടത്തില്ല. അമ്മ, ജീവയ്ക്ക് നോട്ടം ഉണ്ടായിരുന്ന പെണ്ണായിവള്. പാടത്ത് വെക്കാനായിരിക്കണ. അമ്മ എന്തിനമ്മ ഇവളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ രണ്ടിലൊന്നും അറിയണം, ഒന്നെങ്കിൽ ഞാൻ വേണോ അല്ലെ ഈ പറിച്ചു വെച്ച കാച്ചില് വേണോ? പറിച്ചു വെച്ച കാച്ചിൽ? നിനക്കറിയില്ല എനിക്ക് ബ്രിട്ടൻകാരി ഇഷ്ടമല്ലാന്ന്. അവര് നമ്മളോട് ചെയ്തൊക്കെ നിനക്കറിയാലോ. അതുകൊണ്ട് ഇവളെ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞോ. ബ്രിട്ടീഷുകാര് പലതും ചെയ്തെന്നും പറഞ്ഞ് അവൾ എന്ത് പേടിച്ച്? ഒന്നും പറയണ്ട, ഇപ്പൊ അവളോട് പറഞ്ഞോ. ബേബി, ഇനി ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കത്തില്ല. ബേബിയുടെ മമ്മ എന്നെ ഇൻസൾട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ പോകുകയാ. ബേബി, കം കം കം. നീ എന്തുവാടാ കൈസർ വട്ടിയോ? അവള് കമ്മെന്ന് വിളിക്കുമ്പോ അങ്ങ് പോവാൻ മര്യാദയോടാണ്. ബേബി, നോക്കടി നോക്കി, ഇവനെ ഞാൻ പറ്റതാ. അമ്മ, ഞാൻ പോയിട്ട് വരാം. വായിക്കാത്ത വീണേനെ. അമ്മ, ഇവളെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പെണ്ണായിവള്. അതുകൊണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഈ വീടിനകത്ത് കയറ്റത്തില്ല. നമ്മളങ്ങ് പൊക്കോളാം. കം ബേബി, ലെറ്റ്സ് ഗോ. അത് തന്നെ. എല്ലാവർക്കും ബൈ ബൈ. ഇവൻ പോയാ പിന്നെ ഞാനാകെ പട്ടിണിയും ആവും. ഇനിയിപ്പൊ എന്തോ ചെയ്യും? എന്തായാലും ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം. മോനെ രസനയ്യ, മോളെ ഇങ്ങോട്ട് വാ. നിങ്ങൾ എങ്ങോട്ടും പോണ്ട, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മോൻ എങ്ങോട്ടും പോണ്ട, മോൻ എങ്ങോട്ടും പോണ്ട, മോൻ എങ്ങോട്ടും പോണ്ട. ഒരുപാട് അങ്ങ് തൂക്കല്ലേ അമ്മ, എന്റെ ബുൾഗാർഡ് താഴെ പോകും. മോളെ കിസ്മിസ്, ആ വലതുകാലി വെച്ചൊന്ന് അകത്തോട്ട് കയറിയേ. കിസ്മിസാ? അമ്മ, ഡിസൂസ. ഓഹോ, ഡിസൂസ ഡിസൂസ ഡിസൂസ, ആ വലതുകാലി വെച്ചൊന്ന് അകത്തോട്ട് കയറിയേ. താങ്ക് യു മമ്മ. കൊണ്ട് ഇപ്പൊ ശ്വാസം മുത്തി ചത്തേനെ. അകത്തോട്ട് കയറി. നീയും ആ കണ്ടൽക്കാടിന്റെ കൂടെ അകത്തോട്ട് കയറിക്കോ. താങ്ക് യു അമ്മ. എന്തോ ഇരുന്ന് ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിവരതിൽ വീണെന്ന്. എന്നാ അങ്ങനെ ഒന്നുമല്ല. ബ്രിട്ടീഷുകാര് നമ്മളോട് ചെയ്തതിന് പകരം വിട്ടാൻ ഞാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. എന്റെ മോനായിട്ട് തന്നെ അതിനൊരു അവസരം ഒരുക്കി. ഇനിയാണ് യഥാർത്ഥ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. എടീ കിസ്മിസേ, അമ്മക്കൊരു ചായ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.